ഇതാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു പിന്നെ വെട്ടുകൊണ്ട ഷഹീദാകുന്ന സമയത്ത് വെട്ടേറ്റ പള്ളി, ആ മെഹ്റാബ്, അതൊക്കെ ഇവിടെ ഉണ്ട്. പല ചരിത്രങ്ങളും ഇവിടെ പറയുന്നുണ്ട്. പിന്നെ കുറേ അമ്പിയാക്കൾ ഇവിടെ വന്ന് നിസ്കരിച്ചിട്ടുണ്ട് എന്നുള്ള പല ചരിത്രങ്ങളുണ്ട്. ഏതായിരുന്നാലും മഹാനവറുകൾക്ക് മെഹ്റാബിൽ നിന്ന് വെട്ടുകൊണ്ട ആ മെഹ്റാബും അതുപോലെ തന്നെ ഇമാം മുസ്ലിം ബിൻ അഖീൽ റളിയല്ലാഹു അൻഹു പിന്നെ ഷഹീദായ സ്ഥലം, അവിടെ മഹാനവറുകളുടെ ദർഗയും ഇവിടെ ഉണ്ട്. ഏതായാലും അലി റളിയല്ലാഹു അൻഹുവിന് വെട്ടുകൊണ്ട മെഹ്റാബ് ഇവിടെ ഉണ്ട്. ഇതാണ് ആ പള്ളി. പള്ളിയുടെ ചുറ്റുഭാഗമാണ് ഇവിടെ. 12 നബിമാരിവിടെ നിസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഔദ്യോഗിക കണക്കാണ്. എന്നും 75ഓളം നബിമാർ ഇവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അവരൊക്കെ പേരുള്ള മുസല്ലകൾ ഇവിടെ ഉണ്ടെന്ന് പിന്നെ ഇറാഖിനെ കുറിച്ച് നമ്മൾ മലയാളികൾ എഴുതിയ ചരിത്ര പുസ്തകത്തിൽ തന്നെ കാണുന്നുണ്ട്. ഏതായിരുന്നാലും നോക്കാം. ഇത് ഇവിടെ നിന്നാണ് നോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ പുറപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഇപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഒരു ടാങ്ക് ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ആളുകൾ വെള്ളം കുടിക്കേണ്ടതാ. ഇതിലൊക്കെ വെള്ളം കുടിക്കാനുള്ളതാണ്. ഏതായിരുന്നാലും അങ്ങനെയൊക്കെയാണ് ചരിത്രങ്ങൾ പറയുന്നത്. നമുക്ക് അവിടേക്ക് പോയി നോക്കാം ഇൻഷാ അല്ലാഹ്. ഇവിടെ പല പ്രവാചകന്മാരും നിസ്കരിച്ച മുസല്ലകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞ മലയാള ഗ്രന്ഥത്തിലടക്കമുണ്ട്. ഇവിടെ ഒരു മുസല്ല കാണുന്നുണ്ട്, മഖാമുൻ നബി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലി ഫീഹി റക്അത്താനി എന്ന് പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലമാണെന്നാണ് പറയണത്. പഴയ കാലത്തുണ്ടായിരുന്ന നമ്മൾ സമയം നോക്കാതെ പിന്നെ തൂണുണ്ടല്ലോ, നമ്മൾ തൂണ് ഒക്കെ വെച്ചിട്ടൊരു ഒരു കുന്തത്തിൻ്റെ കതിര് കണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു തൂണ്, അതിൻ്റെ ഒരു കോല്, ഒരു വടി നാട്ടി അതിൻ്റെ അത്ര ആകുന്നവരെ എന്നൊക്കെ പറഞ്ഞിട്ട് മദ്രസയിൽ പഠിച്ച അതേപോലെ തന്നെ ഉള്ള ഒരു സമയം നോക്കുന്ന സാധനമാണ് ഇതിവിടെ ഇതിൻ്റെ മുറ്റത്തുണ്ട്. അങ്ങനെ പോയാൽ ഇവിടെയാണ് മെഹ്റാബുൽ ഇമാം അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മെഹ്റാബ്. ഇതാ മെഹ്റാബ് അൽ ഇമാം അലി റളിയല്ലാഹു അൻഹു, മഹാനായ അലി കറമല്ലാഹു വജ്ഹഹു വെട്ടേറ്റ മെഹ്റാബ് ഇവിടെയാണുള്ളത്. മെഹ്റാബ് അലി. ഇതാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിരുന്ന മെഹ്റാബ്. മെഹ്റാബിൽ നിന്നാണ് വെട്ടേറ്റത്. ഇതാണ് മഹാനവറുകൾ ഷഹീദാകുന്ന വെട്ട് ഏറ്റ സ്ഥലമാണ് ഇത്രയത്. ഇവിടെ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. മഖാമുൽ ഇമാം സൈനുൽ ആബിദീൻ യുസല്ലി ഫീഹി റക്അത്താനി എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നബിയുല്ലാഹി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മഖാം എന്ന് പറഞ്ഞ് ഇവിടെ വേറെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു അലം. ഇതിനൊക്കെ ചരിത്രങ്ങൾ എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന് നമുക്കറിയില്ല. അതായത് ഈ പള്ളിൻ്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന മദീനത്തുൽ ഇൽമി വാലിയും ബാബുഹ വമൻ അറാദൽ ഇൽമ ഫല്യത്തിൽ ബാബ്. മാഷാ അല്ലാഹ്. അങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് പുറത്തിറങ്ങി. പിന്നെ ഈ ഭാഗത്താണ് ഇമാം മുസ്ലിം ബിൻ അഖീൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ദർഗ. അങ്ങകലെ കാണുന്നതാണ് മഹാനായ മുസ്ലിം ബിൻ അഖീൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ദർഗ. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അനുജനാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അനുജൻ. ഫാത്തിമ ബീവിക്കല്ല, വേറെ ഫാത്തിമ ബീവി വഫാത്തായതിനു ശേഷം അലി റളിയല്ലാഹു അൻഹു വേറെ കല്യാണം കഴിച്ചിട്ട് കുറേ കുട്ടികളുണ്ടായിട്ടുണ്ടല്ലോ. അതിൽപ്പെട്ട ഒരു കുട്ടി. മകൻ്റെ വാഹനമായിരിക്കും അഖീൽ. അതെ അതെ, അഖീലിൻ്റെ മകൻ. മഹാനവറുകളുടെ ദർഗയാണത്. പിന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന അസ്സലാമു അലൈക യാ മുസ്ലിം ബിൻ അഖീൽ. അതാണ് മഖബറ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. إلى مرقد المختار الثقفي عاشق الرسول صلى الله عليه وسلم മുഖ്താർ الثقفي റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദർഗയാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഇങ്ങനെ 2 ദർഗകളാണ് ഇവിടെ ഉള്ളത്. മുസ്ലിം ഇബ്നു അഖീൽ, അതുപോലെ തന്നെ അൽ മുഖ്താർ الثقفي റളിയല്ലാഹു അൻഹുമ.